ഹലോ, കുട്ടൂർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കണ്ടോ, ഇവിടെ മീൻ മേടിച്ചുകൊണ്ട് വന്നു. ഇത് അയില, ഇത് മത്തി. 2 കിലോ മത്തിയാണ്. കണ്ടോ, വലിയ മത്തി. എന്താ ഇതാ കണ്ടോ, വലിയ മത്തി. മത്തി വറക്കണം, ഫ്രിഡ്ജിനകത്ത് വെക്കാനാണ് ബാക്കി. എന്നിട്ടത് ഞാനിപ്പോൾ 2-3 അയില ഇപ്പം ഞാൻ മാങ്ങയും പുളിയിട്ട് പച്ചക്കറി വെക്കും. അതിന് ഞാൻ മാങ്ങ എല്ലാം അരിഞ്ഞ് വെച്ച് ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി അടുപ്പ വെക്കട്ടെ. ചട്ടി അടുപ്പ വെച്ച് ചട്ടി ഒന്നടുപ്പ. ഇത് കണ്ടോ, കപ്പ വെന്തിട്ടുണ്ട്. കപ്പ വെന്ത് ഇതിനകത്ത് തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും കറിവേപ്പിലയും എല്ലാം കൂടെ ചതച്ചിട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് പുരട്ടിയാൽ മതി. അപ്പോൾ ഈ മീൻ അടുത്ത വെക്കാൻ ഞാൻ നമ്മൾ നേരത്തെയൊക്കെ ഇഞ്ചി ഇത്ര ഇഞ്ചി അതിലല്ലേ ഇതാ ഒരു 3-4 കഷ്ണം വെളുത്തുള്ളി, ഇതാ ഇത്രയും പച്ചമുളക് ഇത് ഇത്രയും കൂടെ ഒന്ന് വെറുതെ ഇട്ടിട്ട് കറിവേപ്പില ഇടാം. ഇട്ടിട്ട് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. അരപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇത് ഉള്ളിയും തേങ്ങയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ കൂട്ടി അരച്ചത് ഇതാണ് ഞാൻ ഇട്ട് കൊടുക്കാം. നേരത്തെയൊക്കെ ഉള്ളിയും പച്ചമുളകും എല്ലാം വെറുതെ ഇങ്ങനെ ഇട്ടല്ലേ മീൻ കറി വെക്കുന്നത്. അതുപോലെ ഒന്ന് വെക്കും, ഒന്നും വാട്ടുന്നൊന്നുമില്ല. അങ്ങനെ ഞാനൊന്ന് വെക്കുക. മീനിൻ്റെ ജോലിയായിരുന്നു. ഒത്തിരി മീൻ വെട്ടിയാണ് കൊണ്ടുവന്നെങ്കിലും അത് വൃത്തിയാക്കാൻ ഒത്തിരിയും സമയമെടുത്ത് ഞാനെല്ലാം വൃത്തിയാക്കി എല്ലാം എടുത്ത് അതിനകത്ത് ഞാൻ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് പരതളച്ച് കഴിഞ്ഞ് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ജാറും കൂടെ ഒന്ന് കഴുകട്ടെ. കഴുകി ജാറും കൂടെ ഒന്ന് കഴുകി അതിനകത്തോട്ട് ഒഴിക്കാം. മുട്ട വറുത്ത് തരാം. മീനിനാണ് മത്തിക്ക് മുട്ട ഉണ്ടായിരുന്നു. അതിൻ്റെ കാര്യം ആരുഷി ചോദിക്കുന്നത് എന്ത് ചെയ്യുമെന്ന്. എന്താ മീനിന് കുറച്ച് മത്തിക്ക് മുട്ടയുടെ എല്ലാ മത്തിക്കും ഇല്ലായിരുന്നു. അപ്പം അത് ഇത്രയുണ്ട്. അത് അവർക്ക് വറുത്ത് കൊടുക്കണമെന്ന്. അപ്പം അതും വറക്കണം. ഇത് നല്ല മത്തി വറക്കാൻ വെളുത്തുള്ളി, ഇഞ്ചി, 3-4 പച്ചമുളക്, കുരുമുളക് ഇത്രയും കൂടെ ഞാനൊന്ന് അരയ്ക്കാൻ പോവാം. മത്തിയല്ല, അതിന് ഇഞ്ചി എല്ലാം കൂടെ അരച്ച് ചേർക്കാം. ഒന്ന് അരച്ചോണ്ട് വരട്ടെ. അരപ്പം എല്ലാം തിളച്ചിട്ടുണ്ട്. ഞാൻ 2 കഷ്ണം പുളി ഇട്ട് കൊടുക്കണം. കണ്ട പുളി കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് മീൻ 3 അയില എടുത്തിട്ടുണ്ട് കറി വെക്കാൻ. 3 അയില. മാങ്ങ ഉണ്ട്, മാങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. കഷ്ണം എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ മാങ്ങ കൂടെ എൻ്റെ കഴുകി വെച്ചേക്കുന്ന മാങ്ങ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം മാങ്ങയും മുളകും പുളിയും എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് അതൊന്ന് തിളച്ചൊന്ന് ഇരിക്കട്ടെ. അങ്ങോട്ട് എടുക്കാണോ പറഞ്ഞത്? അടച്ചു വെക്കാം, അതൊന്ന് തിളക്കട്ടെ. ഈ മീൻ വറക്കാൻ ഇതാണ്. ഇത് വറക്കാൻ മത്തി. അതിനകത്ത് ഞാൻ ഇച്ചിരി നാരങ്ങ നീര് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. അപ്പം അത് നാരങ്ങ നീര് ഒഴിച്ച് കൊടുത്ത് ഇനി ഉപ്പ് ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒന്ന് പേരിട്ട് നല്ലപോലെ ഒന്ന് അതിന് വേണ്ട മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്ത് അതിനകത്ത് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ക്യാമറാമാൻ ഓടുന്നുണ്ട്, ആരുഷ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരു ഓട്ടമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടി
പിന്നെ വേണ്ട ഞാൻ അരച്ച് വെച്ച കൂട്ടെല്ലാം കൂടെ വേണ്ട. ഇതിനകത്ത് കുരുമുളകും വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പച്ചമുളക് ഇത്രയും കൂടെ ഞാൻ അരച്ചതാണ്. അതിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. കണ്ട നാരങ്ങാനീരൊഴിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കാശ്മീരി മുളക് പൊടി ഇട്ട് ഇത്രയും കൂടെ ഇട്ടാണെന്ന് നല്ലപോലെ ഒന്ന് ചേർക്കട്ടെ. കാണാമല്ലോ, ക്യാമറമാന് കാല് കിഴയ്ക്കുന്നു കൈ കിഴയ്ക്കുന്നൊക്കെ പറയുന്നുണ്ട്. വേണ്ട പുരട്ടി നല്ലപോലെ നാരങ്ങാ നീരൊക്കെ നല്ലപോലെ ചേർത്തിട്ടുണ്ട്. അതവിടെ ഒരു 10 മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ. ഇരുന്നത്തേക്ക് നമ്മൾ വേണ്ട മീൻ കറി വെക്കാൻ വെച്ചല്ലോ. മീനൊക്കെ തിളച്ചിങ്ങനെ വന്ന് ഉപ്പൊക്കെ ഞാൻ നോക്കി, ഉപ്പും പുളിയെല്ലാം ഉണ്ട്. ഇത് ഇത്രയും നിറം വന്നതെന്ന് വെച്ചാൽ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. കാരണം ഇവിടെ എരിവ് കുറച്ച് മതി കൊണ്ട് നിറം വേണമല്ലോ, അതുകൊണ്ട് ഇച്ചിരി മുളക് പൊടി കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം അത് ഒന്നുകൂടെ ഒന്ന് തിളച്ചോട്ടെ. എന്നിട്ട് നമുക്ക് മീൻ വെക്കാം. അപ്പം വേണ്ടപ്പോൾ എടുക്കാൻ വെച്ചല്ലോ, അതൊന്ന് ഇവിടെ ഒന്ന് വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് പറ്റിക്കോട്ടെ. അരപ്പൊക്കെ ഇട്ട് വെച്ചിരിക്കുക വേണ്ടാണ്ട്. അപ്പം അത് ആവി വന്നിട്ട് അപ്പോഴത്തേക്ക് വേണ്ട ഇത് കണ്ടോ മീൻ. ഇതിപ്പം ഇത് മത്തി, ഇത് അയില. ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി പിന്നെ വെള്ളം ഒഴിച്ച് ഫ്രീസറിനകത്ത് വെക്കാൻ പോവാം. അതിനി കുറച്ച് ദിവസത്തേക്ക് കൂടെ മീനുണ്ട്. കൂടുതൽ മീൻ മേടിച്ച് ഇത് അടച്ച് ഞാൻ ഫ്രീസറിനകത്തൊന്ന് വെക്കട്ടെ. വേണ്ട പിന്നെ നമുക്ക് അടുത്തത് മീൻ മറക്കണം. ഇപ്പം കപ്പ ഇളക്കാൻ നമുക്ക് മറക്കാൻ നോക്കാം. കപ്പ ഇളക്കട്ടെ. ഇതെല്ലാം എടുത്ത് ഫ്രീസറിനകത്ത് വെക്കട്ടെ. ഞാൻ ഫ്രീസറിനകത്തോട്ട് കയറ്റി കണ്ട ഇതിൻ്റെ അടപ്പല്ല. ഇതിപ്പം കുറച്ച് ദിവസത്തേക്ക് മീനുള്ളത് കൊണ്ട് ഇതും ഫ്രീസറിനകത്ത് കണ്ട അത് അത്രയും അവിടെ ഇരിക്കട്ടെ. കപ്പ ഇളക്കി അമ്മൂമ്മയ്ക്ക് മൂടൊന്നുമില്ല. പിന്നെ അത് വീഡിയോ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചങ്ങ് എടുക്കുക. നല്ലപോലെ കപ്പ വെന്തിട്ടുണ്ട്. കുക്കറിനത് വെച്ചുകൊണ്ട് പെട്ടെന്ന് അങ്ങ് വെന്ത്. കപ്പ ഇളക്കി ഇതിനകത്ത് വെളുത്തുള്ളിയും ജീരവും ഒരു ശകലം തേങ്ങയും കൂടെ ചതച്ചത്. ഇനി മീൻ വറക്കാൻ വെക്കാം നമുക്ക്. മീൻ വറക്കാൻ പോവാം. ഇനി ഉച്ചക്കത്തേക്കുള്ളത് മാത്രം ഇപ്പം വറുത്തെടുക്കുക. ഇതിൻ്റെ വില കുട്ടു എൻ്റെ അടുത്ത് വന്ന് ചട്ടി ചൂടാട്ടെ. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ മീൻ കറി എന്തോ ആയെന്ന് നോക്കാം. അങ്ങനെ ഇവിടൊന്ന് ഞമ്മളൊന്ന് ചുറ്റിച്ച് വെക്കട്ടെ. ചുറ്റി വെക്കട്ടെ. മാങ്ങായും പുളിയെല്ലാം ഇട്ട് നല്ല അയിലക്കറി നല്ല സെറ്റായിട്ടുണ്ട്. ഇതാ കണ്ടോ ഉണ്ടോ തിളച്ച്. കപ്പ കഴിക്കേണ്ടതുകൊണ്ട് ശകലം ചാറ് വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി കറി റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫാക്കാം. അപ്പോൾ നമുക്ക് മീൻ വറുത്തിടാം. ഇതായി വറക്കാനുള്ള മീൻ
മൊത്തം മത്തിയായിരുന്നു. അപ്പം അത്രയും കൂടെ ഒന്ന് കൊള്ളാം. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടല്ലോ. കണ്ടവരെല്ലാം കാണുന്നവർ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വേണ്ട സപ്പോർട്ടുകളെല്ലാം തരിക. അപ്പം മീൻകറിയും കപ്പയും മീൻ വറുത്തതും എല്ലാം ഉച്ചക്കത്തെ ഞങ്ങളുടെ ആഹാരം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം.